വി.ഡി. സതീശനെ അടപടലം കടന്നാക്രമിക്കുകയാണ് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെ യുവജന സംഘടനയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ, അതായത് മതരാഷ്ട്രവാദ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയുമായി കോൺഗ്രസിനെ കൊണ്ട് ചേർത്ത് വച്ചു, അതുപോലെ UDFനെ കൊണ്ട് കെണിയിൽ ചാടിച്ചു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയുടെ മുഖപത്രമായ റിസാല എഴുതിയിരിക്കുന്നത്. നിലവാരമില്ലാത്ത ആശയം UDFൻ്റെതാണോ സതീശൻ്റെതാണോ എന്ന് ചിന്തിക്കൂ. ഇനി ബാക്കിയുള്ളത് പറയുമ്പോൾ നിങ്ങൾ നിലവാരമില്ലാത്ത ആശയം, പക്വതയില്ലാത്ത പെരുമാറ്റം. ഇതും UDFിലെ മറ്റു നേതാക്കളെ കുറിച്ചാണോ വി.ഡി. സതീശനെ കുറിച്ച് മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. പക്വതയില്ലാത്ത പെരുമാറ്റം എന്താണ്? പങ്കിളി രാഷ്ട്രീയ ശരീരം. വി.ഡി. സതീശനെ വർണ്ണിക്കാൻ ഇതിൽ പരം വേറെ വാക്കുകളില്ല. എന്താണ് പങ്കിളി രാഷ്ട്രീയ ശരീരം? ഒന്ന്, നിലവാരമില്ലാത്ത ആശയങ്ങൾ, പക്വതയില്ലാത്ത സമീപനം, പങ്കിളി രാഷ്ട്രീയ ശരീരം. പിന്നെന്താണ്? ദുർബലമായ പശ്ചാത്തലം. ഇത്രയും ഉള്ള ഒരു നേതാവാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ എന്നിട്ട് എന്ത് ചെയ്തു? 2000 വോട്ട് മാത്രമുള്ള, അതായത് നിലമ്പൂർ മണ്ഡലത്തിൽ വെറും 2000, ശരാശരി 2000 വോട്ട് മാത്രമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് UDFന്റെ ഭാഗമാക്കി. ഇതിനെതിരെയാണ് മുസ്ലിം സമുദായത്തിന് ഉള്ളിൽ നിന്ന് തന്നെ, മുസ്ലിം സംഘടനകൾക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം ആളിക്കത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിലും പ്രതിഷേധം ആളിക്കത്തുന്നുണ്ട്. ഒന്ന്, അതിന് പ്രധാനപ്പെട്ട കാരണം 2014 കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാലും ഇപ്പോൾ നമുക്കൊപ്പമില്ല, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം നമുക്കൊപ്പമില്ല. എങ്കിലും ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി ആയിരുന്ന മേരി ജോസഫ് ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 2014 ജനുവരി 29 ആ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നത്. അപ്പോൾ ആ സത്യവാങ്മൂലത്തിൽ പറയുന്നു, ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്ന കാര്യമാണ്. രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത സംഘടനയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇതേ UDF സർക്കാർ, ഈ പറയുന്ന UDF നേതാവ് വി.ഡി. സതീശൻ അപ്പോൾ MLA ആണ്. വി.ഡി. സതീശൻ അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്, രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ അനുയായികളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, അവരുടെ പബ്ലിഷിംഗ് ഹൗസാണ്, അവർ അച്ചടിച്ചിറക്കിയ 14 പുസ്തകങ്ങൾ നിരോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയെ ധരിപ്പിച്ച മുന്നണിയാണ് UDF, പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അന്ന് P.K. കുഞ്ഞാലിക്കുട്ടി ആ മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ P.K. കുഞ്ഞാലിക്കുട്ടിക്കും അറിയാം ഇത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കറപുരളാത്ത നന്മയുള്ള രാഷ്ട്രീയ കക്ഷിയല്ല. RSSന്റെ ഒരു മുസ്ലിം പതിപ്പാണ്. ഹിന്ദു വർഗീയവാദം പ്രചരിപ്പിക്കുന്ന RSSന്റെ ഒരു മുസ്ലിം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി അടപടലം എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വി.ഡി. സതീശൻ അവരെ മുസ്ലിം ബ്രദർഹുഡിനെയൊക്കെ തോളത്ത് വെച്ച് ആരാധിക്കുന്ന, പ്ലക്കാർഡ് പിടിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ തോളോട് തോൾ ചേർത്ത് നിർത്തി, അല്ലെങ്കിൽ കൈയോട് കൈ ചേർത്ത് മെയ്യോട് മെയ് ചേർത്ത് നിർത്തി എന്തിന് തയ്യാറെടുക്കുന്നത്? നിലമ്പൂർ അംഗത്തിന് തയ്യാറെടുക്കുന്നത്. നിലമ്പൂരിൽ 2000 വോട്ടാണ് വെൽഫെയർ പാർട്ടിക്കുള്ളത്. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് രമേശ് ചെന്നിത്തല പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കേണ്ടതല്ലേ എന്ന് രമേശ് ചെന്നിത്തല. ഇതുവരെ കമാന്നൊരു അക്ഷരം രമേശ് ചെന്നിത്തല മിണ്ടിട്ടില്ല. അതിൽ നിന്ന് തന്നെ ആ മൗനം തന്നെ അറിയാം വി.ഡി. സതീശന്റെ പോക്ക് അത്ര ശരിയല്ല. വി.ഡി. സതീശന്റെ പോക്ക് എന്താണ്? രാജ്യത്തെ മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സാഹോദര്യ മനോഭാവത്തെ, അല്ലെങ്കിൽ മതസൗഹാർദ്ദ മനോഭാവത്തെ ചോദ്യം ചെയ്യാൻ, അതായത് മുസ്ലിം സമുദായം ഒന്നടങ്കം വർഗീയവാദികളാണെന്ന് ചാപ്പകുത്താൻ RSSന് അവസരം കൊടുക്കുന്ന, അല്ലെങ്കിൽ RSSനെ ഏണി വെച്ച് കൊടുക്കുന്ന സമീപനമാണ് ആര് ചെയ്തത്? വി.ഡി. സതീശൻ. മുസ്ലിം സമുദായത്തെ മുഴുവൻ RSSന്റെ വായിൽ കൊണ്ട് ചാടിച്ചു കൊടുത്തു. ഈ ഒരു ചിന്ത വയ്ക്കുന്നത് സമസ്തയുടെ സംഘടന. സമസ്ത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആത്മീയ സംഘടനയാണ്. അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SSFും യുവജന പ്രസ്ഥാനമായ SOSുമാണ് വി.ഡി. സതീശനെതിരെ ശക്തമായി ശബ്ദം ഉയർത്തിയിരിക്കുന്നത്. വി.ഡി. സതീശൻ എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്തത്? പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മുസ്ലിം ലീഗ് വഴി SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വോട്ടൊക്കെ ഇവർ നേടിയിരുന്നു. അതിന് വി.ഡി. സതീശൻ നന്ദിയും പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് നിങ്ങൾ സഹായിച്ചു, നിലമ്പൂരിൽ നിങ്ങൾ സഹായിക്കണം. നിലമ്പൂരിൽ നിങ്ങളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ വിജയിക്കും. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞങ്ങളുടെ ഘടകകക്ഷിയാണ്, നിങ്ങൾക്ക് സീറ്റുകൾ ഞങ്ങൾ വാരിക്കോരിത്തരും. അതുപോലെ നിയമസഭയിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിങ്ങൾക്ക് സീറ്റുകൾ ഉണ്ടാകും.
അവിടെ ഉള്ള മലപ്പുറത്തുള്ള 12 സീറ്റുകളിൽ 10 മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനാണ് അവിടെ കൂടുതൽ ഭൂരിപക്ഷം. അപ്പോൾ മലപ്പുറത്ത് അടുത്ത ഒരു കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിൽ ആര് മത്സരിക്കും? വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്രൻ മത്സരിക്കുമെന്നാണ് ധാരണ. ഇതൊക്കെ കണക്കുകളാണ്. കണക്കുകളിൽ ഇനി അങ്ങോട്ട് വ്യത്യാസം വരാം. ഇനി കൂടുതൽ സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിച്ചേക്കാം, അല്ലെങ്കിൽ കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചേക്കാം. ഇതൊക്കെ രാഷ്ട്രീയ കണക്കുകളുമാണ്. ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ ഇന്നലെ നിങ്ങൾ ഇങ്ങനെയല്ലേ പറഞ്ഞത് പിഴവായി തീരാം. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയമാണ്. വി.ഡി. സതീശനാണ് പ്രതിപക്ഷ നേതാവ്. ആരുമായും സൗഹൃദം കൂടി ഇടതുമുന്നണിയെ എങ്ങനെയെങ്കിലും കെട്ടുകെട്ടിക്കണം എന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് വി.ഡി. സതീശൻ. ശരിക്ക് അവിടെ മത്സരം നടക്കുന്നത് പോലും വി.ഡി. സതീശന്റെ ഈ കൊള്ളരുതായ്മയ്ക്കെതിരെയാണ് ആളുകൾ വിധി എഴുതാൻ പോകുന്നത്. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ താൻപൊരുമയും സ്വാർത്ഥതയും ഈ പങ്കിളിവൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ ശരീരത്തിനെതിരെയുമാണ് അവിടെ നിലമ്പൂരിൽ ആളുകൾ വിധി എഴുതാൻ പോകുന്നത്. അവിടെയാണ് ഇടതുമുന്നണി കൃത്യമായ നയസമീപനം പുലർത്തുന്നത്. മതനിരപേക്ഷമായ കാഴ്ചപ്പാട്. ആർക്കും വോട്ടിനൊന്നും വിരോധമില്ല. ആർക്ക് വേണമെങ്കിൽ എം സ്വരാജിനെ വോട്ട് ചെയ്യാം. സാംസ്കാരിക നായകന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, അതുപോലെ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളും സ്വരാജിന് വേണ്ടി അവിടെ ഒരേ ശബ്ദത്തിൽ ഒരേ വികാരത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. സ്വരാജ് വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി. അതെന്തുകൊണ്ടാണ്? നന്മയുള്ള ഒരു നേതാവാണ്, ചെറുപ്പക്കാരനാണ്, യുവ നേതാവാണ് സ്വരാജ് എന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് സ്വരാജ് വിജയിക്കണം. ആര്യടൻ ഷൗക്കത്തിന് ആ നന്മയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞു വയ്ക്കുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഒരുപാട് നന്മ സമൂഹത്തിന് സംഭാവന ചെയ്ത വസ്തുതകളാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ചില ഇടപെടലുകളാണ് എന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. മറ്റൊന്നുമല്ല, ആ കുട്ടി മരിച്ചപ്പോൾ അവിടെ പോയി കാണിച്ച പൊറാട്ട് നാടകം, പിന്നെ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ, അതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു നേതാവിന്റെ മുഖം ആര്യടൻ ഷൗക്കത്ത് തുറന്നു കാട്ടി. അതുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ ജനം വെറുത്തു പോകുന്നത് എന്നതും പച്ചയായ യാഥാർത്ഥ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ രാഷ്ട്രീയ കരയുദ്ധം മുറുകുമ്പോൾ, അവിടെ ജയപരാജയങ്ങൾ ആർക്കാണ് എന്ന് നിശ്ചയിക്കുന്ന വിധിയെഴുത്ത് 19 നടക്കുമ്പോൾ, 23-ാം തീയതി വോട്ടിംഗ് മെഷീൻ തുറന്ന് വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ആദ്യ ഫലസൂചനകളിൽ തന്നെ വ്യക്തമാകും എം സ്വരാജിനായിരിക്കും ആധിപത്യം. എം സ്വരാജ് തന്നെ വിജയിക്കും. കാരണം വി.ഡി. സതീശന്റെ പങ്കിളി രാഷ്ട്രീയത്തെയും നിലവാരമില്ലാത്ത ആശയപ്രചരണത്തെയും പക്വതയില്ലാത്ത പെരുമാറ്റത്തെയും നിലമ്പൂരിലെ ജനം അടിച്ച് ഓടിക്കും അവിടെന്ന് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർ 19-ാം തീയതി ചെയ്യാൻ പോകുന്നതും.